+2ൻ്റെയും SSLCയുടെയും അതുപോലെ മറ്റ് കോഴ്സുകളുടെയും ഒക്കെ റിസൾട്ട് അറിയുമ്പോൾ എല്ലാവരും പരസ്പരം അന്വേഷണമാണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര A+ കിട്ടി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. എങ്കിലും വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന കാര്യം. കാരണം ഒരു കുട്ടിയുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം A+ അല്ല എന്നുള്ളത് തന്നെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്ത ഞാൻ വായിച്ചതാണ്, ഒരു ജീവിത അനുഭവം വായിച്ചതാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രോസസ്സിൽ വെച്ച് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ആ കോളേജിൽ തന്നെ അവരുടെ ഗ്രാജുവേഷൻ സെറിമണിക്ക് ഗസ്റ്റായിട്ട് വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ സ്പീച്ചിൽ ഇതാണ് പറഞ്ഞത്: എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട്. മാർക്കിലും ഉപരിയായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എപ്പോഴും ശ്രദ്ധ വേണം, ചിന്ത വേണം. ഞാൻ ഈ കോളേജിൽ നിന്ന് ഡ്രോപ്ഡ് ഔട്ടായിപ്പോയി. പക്ഷേ ഞാനൊരു കമ്പനി സ്ഥാപിച്ചു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വലിയ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി. എന്നാൽ ഞാൻ ഇന്ന് ആ കമ്പനി നടത്തുന്നു. എൻ്റെ 1,00,000 എൻജിനീയേഴ്സിൽ ഒരാളാണ് എൻ്റെ കൂടെ പഠിച്ച് എല്ലാ വിഷയത്തിനും ഫുൾ റാങ്കും മാർക്കും ഒക്കെ സമ്പാദിച്ച കഥാപാത്രം. പറയുന്നത് മറ്റാരുമല്ല, ബിൽ ഗേറ്റ്സ് ആണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ റിസൾട്ട് അറിയുന്ന ദിവസങ്ങൾ നമ്മുടെ കുട്ടികൾ, യുവജനങ്ങളൊക്കെ വലിയ സ്ട്രെസ്സിലും മാനസിക സംഘർഷത്തിലും ഒക്കെ ആണ്. അവരാ മാനസിക സംഘർഷത്തിലും സ്ട്രെസ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പം നമ്മളുടെ മക്കളുടെ അടുത്ത് പറയണം, കിട്ടിയ മാർക്ക് മതി, ഉള്ള ഗ്രേഡൊക്കെ മതി, ഇനി കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാനും ജീവിക്കാനും ഒക്കെ ശ്രമിച്ചോളൂ. ആഫ്റ്റർ ഓൾ മാർക്കല്ല നമ്മെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്. ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആത്മീയമായ ശക്തിയാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്, മൈൻഡ് പവർ, അങ്ങനെയൊക്കെയുള്ള മാനസികമായ ശേഷികൾ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ശാരീരികമായ ശേഷികളും. മാർക്കിന് അമിത പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ സമൂഹത്തെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനും ഒത്തിരി കുട്ടികൾ തെറ്റായ തീരുമാനങ്ങളും അപകടകരമായ തീരുമാനങ്ങളും ഒക്കെ എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുൻകരുതലും ശ്രദ്ധയും നൽകാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ല സമയങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.